ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ് കേട്ടോ. നമ്മളെ അവന്മാർ വിഴുങ്ങും, നമ്മളെ ഇല്ലാതാക്കും. ഈ പാർട്ടി എന്നുള്ളത് കേരളത്തിലോ രാജ്യത്തോ ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും എന്നൊക്കെയാണ് പറയുന്നത്. പറയുന്ന ആരെന്നറിയാമോ? CPIയുടെ അണികൾ തന്നെയാണ്, പ്രവർത്തകർ തന്നെയാണ്. പല CPI പ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് വളരെ അപകടം പിടിച്ചതാണ്, ഈ അവസ്ഥ പാടില്ല, ഈ മുന്നണി പോലും വിടണം എന്ന മനസ്സിൽ കുറിച്ചിരിക്കുന്ന നിരവധി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് 10,000 CPI അണികൾ LDFനകത്തുണ്ട്, CPIക്കകത്തുണ്ട് എന്നാണ്. ഈ വയനാട് തിരഞ്ഞെടുപ്പ് ഒരു പ്രത്യേകമാർന്ന വയനാട് തിരഞ്ഞെടുപ്പിൽ സത്യൻ മൊകേരിയെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ സത്യത്തിൽ ആദ്യമേ ഞാൻ പറയട്ടെ, സത്യൻ മൊകേരി എന്ന് പറയുന്ന ഇത്രയും സീനിയറായ വലിയൊരു നേതാവിനെ അവിടെ കൊണ്ടുവന്ന് CPI മത്സരിക്കാൻ പാടില്ലായിരുന്നു. കുറച്ചൊക്കെ ആനി രാജയെക്കാളും കൂടുതൽ വോട്ട് നേടിയെടുക്കാൻ കഴിയും എന്ന വിശ്വാസത്തിൽ അത്തരത്തിൽ വോട്ട് നേടിയെടുക്കണം, ഒരു വോട്ടെങ്കിലും അല്ലെങ്കിൽ 10 വോട്ടെങ്കിലും ആനി രാജയെക്കാളും കൂടുതൽ നേടിയെടുക്കണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് സത്യൻ മൊകേരിയെ വയനാട്ടിൽ മത്സരിപ്പിച്ചത് എന്ന് നമുക്കറിയാം. അത് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഒരു ഉറച്ച വിശ്വാസമായിരുന്നു. പക്ഷേ ആ വിശ്വാസം തെറ്റാണെന്ന് ഇപ്പോൾ അവർക്ക് ബോധ്യമായിരിക്കുന്നു. അവിടെ AIYFന്റെ ഏതെങ്കിലും നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ പിടിച്ച വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം BJP അവിടെ ഒരു തികച്ചും അത്ര വലിയ പ്രമുഖയൊന്നും അല്ലാത്ത ഒരു യുവമോർച്ച വനിതാ നേതാവിനെയാണ് അവിടെ മത്സരിപ്പിച്ചത്. കൃത്യമായിട്ടും അവർക്ക് നല്ല വോട്ട് നേടാൻ കഴിഞ്ഞു. ആ യുവ പ്രവർത്തകയ്ക്ക്, BJP പ്രവർത്തകയ്ക്ക് ജനങ്ങളുടെയിലും അണികളുടെയിലും BJP അണികളുടെയിലും ഭംഗിയായിട്ട് ഇടിച്ചു കയറാനും പ്രസന്റ് ചെയ്യാനും അവർക്ക് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വല്ലാത്ത ഒരു ഇളക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഇപ്പോഴും ഈ സത്യൻ മൊകേരി എന്ന് പറയുന്ന ഈ വലിയ ഒരു സീനിയർ നേതാവ് 3ാം സ്ഥാനത്ത് പോയത് കൃത്യമായിട്ടും അവിടെ BJP ഇത്തരത്തിലൊരു നേതാവിനെ നിർത്തിയത് കൊണ്ട് തന്നെയാണ്. അത് ഒരുപക്ഷെ BJPയിലെ ശക്തമായ പിന്തുണയോ വനിതാ നേതാവിന് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അവർക്ക് നല്ല നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ ഒരു AIYFകാർ ആരെങ്കിലും കൊണ്ടുവന്ന് അവിടെ നിർത്തിയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിയുമായിരുന്നു. 2ാം സ്ഥാനത്ത് എത്താൻ കഴിയാത്തത് തികച്ചും വലിയ നാണം കെട്ട പരാജയമാണ് CPIക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ സത്യൻ മൊകേരിയെ വിലയിരുത്തുമ്പോൾ ഈ വയനാട് നിയോജക മണ്ഡലം ഉണ്ടായതിനു ശേഷം ഏറ്റവും അധികം വോട്ട് നേടിയ ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്നത് സത്യൻ മൊകേരിയാണ്. അതുപോലെ ഏറ്റവും കുറഞ്ഞ വോട്ട് നേടിയ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും സത്യൻ മൊകേരിയായി. അങ്ങനെ 2 റെക്കോർഡുകൾ സത്യൻ മൊകേരിക്ക് വയനാടിൽ ഇപ്പോൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഇടത് സ്ഥാനാർത്ഥിയും ഏറ്റവും കുറഞ്ഞ വോട്ട് നേടിയ ഇടത് സ്ഥാനാർത്ഥിയും എന്നുള്ള സ്ഥാനം സത്യൻ മൊകേരിക്ക് എടുക്കേണ്ടി വന്നു. സത്യത്തിൽ സത്യൻ മൊകേരി എന്ന് പറയുന്ന ഈ ഒരു സീനിയർ നേതാവിനെ ഇത്തരത്തിൽ അവഹേളിക്കാൻ CPI നേതൃത്വം പാടില്ലായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുമ്പോൾ പല ബൂത്തുകളിലും 3ാം സ്ഥാനത്ത് മാത്രമാണ് എത്താൻ കഴിഞ്ഞത്. അത് എന്തുകൊണ്ടാണ്? മന്ത്രി കേളുവിന്റെ മണ്ഡലമായ തിരുനെല്ലിയിൽ പോലും വളരെ പിറകെ ആണ് ലീഡ് നേടാൻ കഴിഞ്ഞത്. 3ാം സ്ഥാനത്ത് മാത്രമേ കഴിഞ്ഞുള്ളൂ. അതുപോലെ മാനന്തവാടി, അത് ബത്തേരി ബൂത്ത്, അതായത് ബത്തേരി ബൂത്തില് 97 ബൂത്തുകളിൽ ബത്തേരി പ്രദേശത്ത് സത്യൻ മൊകേരി 3ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. LDF 3ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. അതുപോലെ മാനന്തവാടിയിൽ 39 ബൂത്തുകളിലും കൽപ്പറ്റയിൽ 35 ബൂത്തുകളിലും 3ാം സ്ഥാനത്ത് മാത്രമേ ഇടത് സ്ഥാനാർത്ഥിക്ക് സത്യൻ മൊകേരിക്ക് എത്താൻ കഴിഞ്ഞു എന്നാണ് കണക്കുകൾ കാണുന്നത്. അതിലെ 2014 3,56,165 വോട്ട് സത്യൻ മൊകേരി നേടിയിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് സത്യൻ മൊകേരിയാണ്. 3,56,165 വോട്ട് 2014 നേടിയപ്പോൾ 2024 അത് 2,10,000 വോട്ട് മാത്രമാണ് സത്യൻ മൊകേരിക്ക് ഇപ്പോൾ അവിടെ നേടാൻ കഴിഞ്ഞത്. ഏകദേശം 1,40,000 വോട്ടോളം കുറവാണ് ഇപ്പോൾ സത്യൻ മൊകേരി പിടിച്ചത്. അതായത് ആനി രാജയെക്കാളും വോട്ട് വളരെ കുറഞ്ഞു. ആനി രാജ 2,83,021 വോട്ട് നേടിയിരുന്നു. ഇപ്പോൾ അത് 2,10,000 വോട്ട് മാത്രമാണ്. 2,83,000 വോട്ട് ആനി രാജ നേടിയിരുന്നു. അപ്പോൾ ഏകദേശം 63,000-ഓളം വോട്ടുകൾ പിറകെയാണ് ആനി രാജയെക്കാളും സത്യൻ മൊകേരി നേടിയിരിക്കുന്നതെന്നാണ് കാണേണ്ടത്. സുനീർ 2019 മത്സരിക്കുമ്പോൾ CPIയുടെ ഇപ്പോൾ രാജ്യസഭാ അംഗമായിട്ടൊക്കെ പോയ സുനീർ മത്സരിക്കുമ്പോൾ 2,74,597 വോട്ട്
സുനീർ നേടിയിരുന്നത്. സുനീർ നേടിയതിനേക്കാളും വോട്ടാണ് ആനി രാജ നേടിയത്. ആനി രാജയെക്കാളും 10,60,000 വോട്ടിലധികം പിന്നിലാണ് ഇപ്പോൾ സത്യൻ മൊകേരി. സത്യത്തിൽ CPI അണികളിൽ ഇത് വല്ലാതെ വല്ലാത്ത ആശങ്കയും നിരാശയും ഉണ്ടാക്കിയിട്ടുണ്ട്. CPM കാർ പറ്റിച്ചു, പണി തന്നു എന്ന് തന്നെ, തേച്ചൊട്ടിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ CPIക്കാർ പറയുന്നത്. സത്യത്തിൽ CPM അത്തര കാര്യമായിട്ട് വയനാട് ശ്രദ്ധിച്ചിട്ടില്ല എന്നത് പരമാർത്ഥം തന്നെ. അവർക്ക് അവരുടെ സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. അവരുടെ ഏരിയ സമ്മേളനങ്ങൾ, ലോക്കൽ സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞു. ഈ സമ്മേളനങ്ങളെല്ലാം നടക്കുന്ന അതിൻ്റെ ശ്രദ്ധയിലായിരുന്നു പാർട്ടി നേതാക്കളെല്ലാം. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കാനോ അതിൽ കൂടുതൽ ശ്രദ്ധിക്കാനോ അവർ കഴിഞ്ഞില്ല. മാത്രമല്ല CPIയുടെ സ്ഥാനാർത്ഥിയായത് കൊണ്ട് അവർ പ്രവർത്തിച്ചോട്ടെ എന്ന തരത്തിൽ അവരൊരുതരം നിസ്സംഗത കാണിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ്. മാത്രമല്ല ഈ അടുത്ത കാലത്തായിട്ട് CPI നേതൃത്വം CPMനെ വല്ലാതെ മുൾമുനയിൽ നിർത്തിയ നിരവധി പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. അത് ADGPയുടെ വിഷയത്തിലായിരുന്നാലും അതുപോലെ മറ്റു പല വിഷയത്തിലും ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ ഈ അടുത്ത കാലത്ത് ഉള്ള ചില സംഭവങ്ങളിൽ പോലും പാർട്ടി നേതൃത്വം CPM നേതൃത്വത്തിനെ വല്ലാതെ മുൾമുനയിൽ നിർത്തുകയും CPIയുടെ അഭിപ്രായങ്ങൾ അവസാനം അംഗീകരിക്കേണ്ടി വരികയും ചെയ്തിരിക്കുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിധേയപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മഹത്യാപരമാണ്. അതിൻ്റെ ഒരു ചെറിയ പണിയും കൂടെ കൊടുക്കുകയാണ് വയനാട്ടിൽ ചെയ്തത് എന്ന് കാണാം. എന്തായാലും ഈ ഇടതുമുന്നണിയിൽ നിന്ന് കഴിഞ്ഞാൽ CPIക്ക് ഇനി നല്ല ഭാവിയില്ല എന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഉറച്ചു വിശ്വസിക്കുന്നവരുടെ എണ്ണം CPI അണികളിൽ കൂടി വരുന്നു എന്ന് തന്നെയാണ് ഈ കാണുന്നത്. അത് എത്രമാത്രം ഇടതുമുന്നണി പ്രവർത്തനത്തെ ബാധിക്കും എന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും.